എല്ലാവർക്കും നമസ്കാരം. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 3 ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒരു വസ്തുതയാണ് മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യ അങ്ങേയറ്റം മുമ്പിലാണെന്നുള്ളത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ മിസൈൽ ആവനാഴിയിലേക്ക് 3 പുതിയ അഡീഷൻസ് കൂടെയാണ് വരുന്നത്. 2 ഹൈപ്പർസോണിക് മിസൈലുകളും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് ധൈര്യമായിട്ട് അവകാശപ്പെടാൻ കൊള്ളാവുന്ന ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലും. മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിലും റഡാർ ടെക്നോളജിയുടെ കാര്യത്തിലും പല ഏരിയകളിലും നമ്മൾ അമേരിക്കയെക്കാളും ചൈനയെക്കാളും ഒക്കെ മുമ്പിലാണെന്നുള്ളത് ഇന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. എന്നിരുന്നാലും ചില ആശങ്കകളും നമ്മൾ ചിലരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം നമ്മൾ എത്ര വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടത്തി കഴിഞ്ഞാലും നമ്മൾ പലർക്കും ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മിസൈൽ ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പലരും ചിന്തിക്കും ചൈനയ്ക്ക് അമേരിക്കയെ വരെ ഹിറ്റ് ചെയ്യാൻ തക്ക 12,000-15,000 കിലോമീറ്റർ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ കാരണം നമുക്കതിൻ്റെ ടെക്നോളജി വികസിപ്പിക്കാൻ സാധിക്കാഞ്ഞിട്ടോ ടെക്നോളജി ഇല്ലാഞ്ഞിട്ടോ അല്ല, നമുക്ക് അമേരിക്കയെ ഹിറ്റ് ചെയ്യേണ്ട ഒരു മിസൈലിൻ്റെ ആവശ്യം ഇന്നില്ല. നമ്മുടെ പരമാവധി ദൂരപരിധിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ചൈനയുടെ അങ്ങേ അറ്റം വരെ, ചൈനയുടെ ഏതൊരു മുക്കിലും മൂലയിലും കൊള്ളിക്കാൻ കൊള്ളാവുന്ന മിസൈൽ നമുക്ക് വേണം. നമ്മുടെ കയ്യിൽ ഇന്ന് അതിന് പര്യാപ്തമായിട്ടുള്ള അഗ്നി മിസൈലുകൾ ധാരാളമായിട്ടുണ്ട്. MIRV ടെക്നോളജിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ ഒരൊറ്റ മിസൈൽ കൊണ്ട് തന്നെ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് വളരെ വലിയൊരു നേട്ടമാണ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. റഷ്യ പറഞ്ഞിരിക്കുന്നത് അവരുടെ S-400 മിസൈൽ സിസ്റ്റത്തിൻ്റെ ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നു. ഇതൊരു സമ്പൂർണ്ണമായ ടെക്നോളജി ട്രാൻസ്ഫർ അല്ല, അതിലെ പല പ്രധാനപ്പെട്ട ഘടകങ്ങളും കോമ്പണൻസും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ടെക്നോളജി ട്രാൻസ്ഫറും കൂടെയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി S-400 മാച്ച് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ആകാശ കവചം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ റഷ്യയിൽ നിന്നും ഈ പ്രൂവൺ ടെക്നോളജി ട്രാൻസ്ഫറും കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ എയർ ഡിഫൻസ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ ഇത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് നമുക്ക് നൽകാൻ പോകുന്നത്. ഏതായാലും എത്രത്തോളം ടെക്നോളജി ട്രാൻസ്ഫറാണ് റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്നത്, എത്ര ശതമാനം ഉണ്ടാവും, ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ഈ മിസൈലിൻ്റെ ഒരുപാട് കോമ്പണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കാനും അസംബിൾ ചെയ്യാനായിട്ട് റഷ്യക്ക് പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത് നമുക്ക് വലിയൊരു നേട്ടമായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് അങ്ങേയറ്റം അഭിമാനം നൽകുന്ന വലിയൊരു മിസൈൽ ടെക്നോളജി ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല മിസൈലിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ പറ്റും. നമ്മുടെ അസ്ത്ര മാർക്ക് 3 മിസൈൽ, അതിനിപ്പോൾ പേരൊക്കെ ഒന്ന് മാറ്റി ഗാണ്ടിവ എന്നാക്കിയിട്ടുണ്ട്. ഗാണ്ടിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതെ അർജുനൻ്റെ വില്ലാണ്. ആ പേരിലാണ് ഈ മിസൈലിനെ നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഇത് ഇന്ന് ലോകത്തിലെ ഏറ്റവും റേഞ്ച് കൂടിയിട്ടുള്ള എയർ ടു എയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ്. ഗാണ്ടിവയുടെ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ 340 കിലോമീറ്റർ ആണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ചൈനയുടെ PL-15 ആണ്. അതിന് 200 മുതൽ 300 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. മൂന്നാം സ്ഥാനത്ത് യൂറോപ്പിൻ്റെ മീറ്റിയർ മിസൈലാണ്. 200 കിലോമീറ്ററിലധികം അതിനും റേഞ്ച് ഉണ്ട്. നാലാം സ്ഥാനത്ത് റഷ്യയുടെ R-77M മിസൈലാണ്. 193 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. അഞ്ചാമതായിട്ട് വരുന്നത് അമേരിക്കയുടെ AIM-120D എന്ന് പറയുന്ന BVR മിസൈലാണ്. 160 മുതൽ 180 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഈ മാക്സിമം റേഞ്ചിനെ നമ്മൾ എടുക്കുമ്പോൾ ഈ മിസൈലിനെ ഏത് ഉയരത്തിൽ നിന്ന് ഫയർ ചെയ്യുന്നോ അതനുസരിച്ചിട്ട് ഇതിൻ്റെ റേഞ്ചിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് കാണാം. അതായത് 8 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് നമ്മൾ ഗാണ്ടിവ മിസൈലിനെ ഫയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ച് 190 കിലോമീറ്റർ ആയിരിക്കും. അതേസമയം 20 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഫയർ ചെയ്യുമ്പോൾ ഇത് 340 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ടാർഗറ്റിനെ പോലെ ഇതിനെ ഹിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗാണ്ടിവ മിസൈൽ വളരെ ഉയർന്ന സ്പീഡും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് 2 മാക്ക് മുതൽ 4.5 മാക്ക് വരെ സ്പീഡിൽ ഇതിന് പറക്കാൻ കഴിയുന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അങ്ങേയറ്റം ഉയർന്ന ആംഗിൾ ഓഫ് അറ്റാക്ക് കേപ്പബിലിറ്റിയും ഇതിനുണ്ട്. 20 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ആംഗിൾ ഓഫ് അറ്റാക്ക്. പിന്നെ ഇതിന് വളരെ ഉയർന്ന ഒരു സ്നാപ്പപ്പ് കേപ്പബിലിറ്റി ഉണ്ട്. അത് ±10 കിലോമീറ്റർ ആണ്. കാരണം ഇതിനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ടാർഗറ്റ് 10 കിലോമീറ്റർ മുകളിലേക്കോ 10 കിലോമീറ്റർ താഴേക്കോ ആണെങ്കിൽ പോലും ഏത് ഓൾട്ടിറ്റ്യൂഡിലും ഈ മിസൈലിന് ടാർഗറ്റിനെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഈ മിസൈൽ വളരെ ഉയർന്ന ചടുലതയുള്ള വളരെ ഹൈലി മാനുവറബിൾ ആയിട്ടുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾ ഏതൊരു കാലാവസ്ഥയിലും, അത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഒരേപോലെയുള്ള എഫിഷ്യൻസിയോടുകൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് ഇതിന് കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ടിലബിൾ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിൻ, SFDR എന്നാണ് പറയുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡും ട്രജക്ടറിയും വളരെ ഡൈനാമിക്കായിട്ട് ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു തരം യുദ്ധ സാഹചര്യത്തിലും ഇതിൻ്റെ എഫക്റ്റീവ്നെസ് അങ്ങേയറ്റം ഉയർന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റിയുള്ള മറ്റൊരു BVR മിസൈൽ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ മീറ്റിയർ മിസൈൽ മാത്രമാണ്. എന്ന് മാത്രമല്ല നമ്മുടെ ഗാണ്ടിവ മിസൈലിന് അതിൻ്റെ ടെർമിനൽ ഫേസിൽ വളരെ ഉയർന്ന ഒരു ആക്സിലറേഷൻ നേടിക്കൊണ്ട് ഏതൊരു ടാർഗറ്റിനെയും അതെങ്ങനെയൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാലും അതിനെ ഔട്ട് മാനേവർ ചെയ്യാനായിട്ട് സാധിക്കും.
അങ്ങേ അറ്റത്തെ കൃത്യത കിട്ടാൻ വേണ്ടി തന്നെ ഗാണ്ടിവ മിസൈലിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിലൊരു ഡ്യുവൽ മോഡ് ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മിസൈലിൻ്റെ ഫ്ലൈറ്റിൻ്റെ മിഡ് കോഴ്സിൽ ഒരു ഇനേർഷ്യൽ നാവിഗേഷനാണ് ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് ഇതിൻ്റെ ടെർമിനൽ സ്റ്റേജിൽ, അതായത് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ സ്റ്റേജിൽ ആക്റ്റീവ് റഡാർ ഹോമിംഗ് നാവിഗേഷനും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉയർന്ന ആക്യുറസിയോടുകൂടി ടാർഗറ്റ് അക്വിസിഷനും എൻഗേജ്മെൻറ്റും ഇതിന് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഉയർന്ന എക്സ്പ്ലോസീവ് കേപ്പബിലിറ്റി ഉള്ള പ്രീ ഫ്രാഗ്മെന്റഡ് വാർഹെഡ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോർമനിക്കുള്ളിൽ തന്നെ അനേകം ചെറിയ ചെറിയ പ്രൊജക്ടൈൽസ് ഉണ്ടാവും. അനേകം പീസുകളായിട്ട് പോയിട്ട് ഇത് ടാർഗറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് ടാർഗറ്റിൻ്റെ ഒരു സമ്പൂർണ്ണ നാശം ഉറപ്പുവരുത്തും. അതല്ല ഇനി വലിയൊരു കൂട്ടമായിട്ടുള്ള ഏരിയൽ ടാർഗറ്റ്സിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാർഗറ്റുകളെ ഒരേ സമയത്ത് ഹിറ്റ് ചെയ്യാനും ഈ ഒരൊറ്റ മിസൈൽ കൊണ്ട് സാധിക്കും. ഗാണ്ടിവ മിസൈൽ എന്തായാലും നമ്മൾ സുഖോയ് 30 MKയിൽ ഉപയോഗിക്കും, മിറാഷ് 2000 ഉപയോഗിക്കും, MiG-29 ഉപയോഗിക്കും, നമ്മുടെ തേജസ് വിമാനങ്ങളിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ റഫാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും ഫ്രാൻസിലെ അതിൻ്റെ മാനുഫാക്ചറേഴ്സിൻ്റെ പെർമിഷനും സഹായമൊക്കെ നമുക്ക് ആവശ്യമാണ്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് റഫാൽ വിമാനങ്ങളിലും ഉപയോഗിക്കുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന അങ്ങേയറ്റം കേപ്പബിൾ ആയിട്ടുള്ള അതിനൂതനമായിട്ടുള്ള ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ് പ്രൊജക്ട് ധ്വനി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതും നമ്മുടെ DRDO തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസോട് കൂടിയാണ് ഈ മിസൈൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നാച്ചുറലി ഹൈപ്പർസോണിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് 5 മാക്കിൽ അധികമായിരിക്കും. ഇത് എത്ര എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. എന്നാലും ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്നത് 25 മുതൽ 30 മാക്ക് വരെ ഇതിന് സ്പീഡ് ഉണ്ടാകും എന്നാണ്. ഏതായാലും ഇതിൻ്റെ ഡിസൈനും അങ്ങേയറ്റം പ്രത്യേകതകളുള്ള ഒരു ഡിസൈനാണ്. ഇതിലൊരു വേവ് റൈഡർ കോൺഫിഗറേഷനാണ് ഉപയോഗിക്കുന്നത്. 3 വ്യത്യസ്ത കോൺഫിഗറേഷനിലാണ് നമ്മൾ ഈ ധ്വനി ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് കോണിക്കൽ, വിങ്ഡ് ആൻഡ് ബ്ലെൻഡഡ് ബോഡി. ഈ 3 വ്യത്യസ്ത കോൺഫിഗറേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മിസൈലിന് വേണ്ടി ഓരോ കോൺഫിഗറേഷനും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ റേഞ്ച്, സ്പീഡ്, മനൂവറബിലിറ്റി, സ്റ്റെൽത്ത് കേപ്പബിലിറ്റി, ഇതെല്ലാം പല മിഷനും പല രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് ഓരോ മിഷനും വേണ്ടിയിട്ട് ഓരോ കോൺഫിഗറേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കോണിക്കൽ ബോഡി കോൺഫിഗറേഷൻ എന്താണ് എന്നൊന്ന് പരിചയപ്പെടാം. ഇത് വളരെ സിമ്പിളാണ്, വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിനെ വളരെ ചുരുങ്ങിയ സമയത്തിലും ചുരുങ്ങിയ ചെലവിലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഉയർന്ന ഹീറ്റ് റെസിസ്റ്റൻസ് ഇതിനുണ്ടാവും. അതുപോലെ തന്നെ ഇത് പറക്കുന്ന സമയത്ത് വളരെ ഉയർന്ന സ്റ്റെബിലിറ്റിയും ഈ കോൺഫിഗറേഷൻ കൊണ്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ മനൂവറബിലിറ്റി, അതായത് ചടുലത ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ മൂവിങ് ടാർഗറ്റ്സിന് എതിരായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനുപരി സ്റ്റേഷനറി ടാർഗറ്റ്സിനെതിരെ ഉപയോഗിക്കാനായിരിക്കും നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലിഫ്റ്റ് ടു ഡ്രാഗ് റേഷ്യോ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ചും ടാർഗറ്റ് അഡാപ്റ്റബിലിറ്റിയും കുറവായിരിക്കും. പിന്നെ വരുന്ന കാറ്റഗറിയാണ് വിങ്ഡ് ബോഡി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇതൊരു ഡെൽറ്റ വിങ്ങോടും കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിഫ്റ്റ് ടു ഡ്രാഗ് റേഷ്യോ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് വളരെയധികം കൂടുതലായിരിക്കും. മനൂവറബിലിറ്റി, ചടുലത വളരെയധികം കൂടുതലായിരിക്കും. എന്ന് മാത്രമല്ല ആൻറ്റി ഷിപ്പ് മിഷനായാലും ആൻറ്റി എയർ മിഷനായാലും അതുപോലെ തന്നെ ലാൻഡ് അറ്റാക്ക് റോൾസിലായാലും എവിടെ വേണമെങ്കിലും കൊള്ളാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. കോസ്റ്റ് ഒരുപാട് കൂടുതലായിരിക്കും. ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റും വളരെ സങ്കീർണമാണ്. പിന്നെ വരുന്ന കാറ്റഗറിയാണ് ബ്ലെൻഡഡ് ബോഡി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇത് ഈ 2 കാറ്റഗറിയുടെ, അതായത് കോണിക്കൽ ബോഡിയുടെയും വിങ്ഡ് ബോഡിയുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസലേജും വിങ്ങും എല്ലാം കൂടെ ഒരൊറ്റ സിംഗിൾ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയറോഡൈനാമിക് ഷേപ്പിൽ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഉയർന്ന സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഇതിനുണ്ടാവും, ഉയർന്ന റേഞ്ച് ഇതിനുണ്ടാവും, ഉയർന്ന സ്പീഡും ഇതിനുണ്ടാവും. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്കിൽസും മെറ്റീരിയൽസും എല്ലാം ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി മിസൈലും ഒരു ഹൈപ്പർസോണിക് മിസൈൽ തന്നെയാണ്. ഇത് അഗ്നി പ്രൈമിൻ്റെ ചുവട് പിടിച്ചാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. BM-04 മിസൈൽ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു നല്ല പേര് പിന്നീട് ഇടുന്നതായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഇതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം DRDO തന്നെയാണ്. ഇതൊരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിൻ്റെ റേഞ്ച് 400 മുതൽ 1500 കിലോമീറ്റർ വരെയാണ്. 500 കിലോഗ്രാം കൺവെൻഷണൽ വാർഹെഡാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ MIRV ടെക്നോളജി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ പ്രൊപ്പൽഷൻ ഒരു 2 സ്റ്റേജ് സോളിഡ് ഫ്യൂൽ പ്രൊപ്പൽഷൻ ആയിരിക്കും. ഇതിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് എയ്ഡഡ് ആയിട്ടുള്ള ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റമാണ്. ഇതിൻ്റെ സർക്കുലർ എറർ പ്രോബബിൾ എന്ന് പറയുന്നത് 30 മീറ്റർ താഴെയാണ്. ഇപ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ സംബന്ധിച്ചിടത്തോളം 30 മീറ്ററിൽ താഴെയുള്ള ഒരു CEP എന്ന് പറയുന്നത് വളരെ ഉയർന്ന ആക്യുറസി ആയിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അപ്പോൾ പിൻ പോയിന്റ് ആക്യുറസി വേണ്ടാത്ത വലിയ ടാർഗറ്റുകൾക്കെതിരെ ഇത് ഉപയോഗിക്കാനായിട്ട് അങ്ങേയറ്റം ഫലപ്രദമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസൈനിൽ വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിലൊരു കോമൺ ഹൈപ്പർസോണിക് ഗ്ലൈഡ് ബോഡി CHGB എന്ന് പറയുന്ന ഡിസൈനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 2 സ്റ്റേജ് ബൂസ്റ്ററും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോക്കറ്റ് ബൂസ്റ്റർ ആയിരിക്കും ഈ ഗ്ലൈഡ് ബോഡിയെ ഒരു ഹൈപ്പർസോണിക് സ്പീഡിലേക്ക് എത്തിക്കുന്നത്.
എന്നിട്ട് തന്നെ റഡാർ സിസ്റ്റങ്ങളെയൊക്കെ കബളിപ്പിച്ച് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഇതിനെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. ഇനി 12 വിവിധ തരം ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് DRDO എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇപ്പോഴും നമുക്ക് സ്വന്തമായിട്ടില്ല എന്നുണ്ടെങ്കിലും ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ കണ്ടുപിടിക്കാനും ട്രാക്ക് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും കഴിവുള്ള റഡാറുകളും മിസൈലുകളും ഇന്ന് നമ്മുടെ കൈവശമുണ്ട്. എന്ന് മാത്രമല്ല, ഇത്രയും ഉയർന്ന സുഖോയ് 30 ഫ്ലീറ്റും അതുപോലെ തന്നെ 2 സ്ക്വാഡ്രൺ റഫാൽ വിമാനങ്ങളും, പിന്നെ നമ്മൾ ബ്രഹ്മോസ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മിസൈൽ ശേഖരം തന്നെയാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഏതൊരു കാരണവശാലും നമുക്ക് നേരെ വരാൻ സാധ്യതയുള്ള ഏതൊരു ആക്രമണത്തെയും ഇന്നും പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വളരെ ശക്തമായ ശേഷിയുണ്ട്. ഇനി ഇത് കൂടുതൽ വളർന്ന് ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് മാറാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.